അപ്പൊ നമുക്കിന്ന് ദേ ഇതേപോലെ സിമ്പിൾ ആയിട്ടൊരു ഡെസ്ക് ഡെക്കോർ റെഡിയാക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് 2 കാർഡ്ബോർഡ് പീസസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് A4 ഷീറ്റ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ വെച്ച് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഇതേപോലെ കാണുന്നത് പോലെ കവർ ചെയ്തെടുക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തത് വേണം. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്ന ഫ്രെയിമിലെ ഇതിന്റെ 3 സൈഡിലായിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് പീസസ് ഒട്ടിച്ചു കൊടുക്കണം. മറന്നു പോരുത്, ഇതിന്റെ 3 സൈഡിൽ മാത്രമായിട്ടേ ഒട്ടിച്ചെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഈ ഫ്രെയിം ഒന്ന് നമുക്കിങ്ങനെ ഫിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ നിങ്ങളടുത്ത് മുകൾ ഭാഗത്ത് കാർഡ്ബോർഡ് പീസസ് ഒട്ടിക്കരുതെന്ന് പറഞ്ഞത് നമുക്ക് മുകൾ ഭാഗത്തൂടെ ആയിട്ടോ പിക്ചറോ ഫോട്ടോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചോളണം. അതിനുശേഷം നമുക്ക് ഗമ്മ് തേച്ച് ഈ ഫ്രെയിം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതേപോലെ ഫ്രെയിം സെറ്റാക്കി എടുത്തതിന് ശേഷം ഈ ഫ്രെയിം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കണം. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം ഒന്ന് വളച്ചു കൊടുക്കണം കേട്ടോ. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസോട് ഒന്ന് A4 ഷീറ്റ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഈ വളച്ചു വെച്ചിരിക്കുന്നില്ല ആ ഭാഗത്തൊന്ന് ഗം തേച്ച് നമുക്ക് ഈ ഫ്രെയിമിന്റെ ബാക്കിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ശരിക്കും ഇത് നമുക്ക് ആ ഫ്രെയിം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതൂടെ ആകുമ്പോൾ നമ്മുടെ ഫ്രെയിം വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഇനി നമുക്കിതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പിക്ചർ വേണം. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫോട്ടോ വെച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ വരച്ച് തന്നെ എടുക്കുന്ന ഏതെങ്കിലും പിക്ചർ വെച്ചാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പം ഇതുപോലൊരു പിക്ചർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഇത് ഞാൻ വരച്ചതൊന്നും അല്ല കേട്ടോ. ഇത് ശരിക്കും ഞാനൊരു ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തൊരു കുഞ്ഞു പീസാണ്. അപ്പൊ ഞാനത് വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഡെസ്ക് ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട ലൈക്ക്. അപ്പോൾ ഓക്കെ, ബൈ.